എന്താ പറഞ്ഞോനെ? മുഖത്തെ പാവം കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. കാര്യങ്ങളത്ര പന്തിയല്ല. എന്നതാ ചേച്ചാ, കല്യാണം നീട്ടി വെക്കണമെന്നല്ലാന്നോ? കല്യാണം നീട്ടിവെക്കുന്ന കാര്യം പറയുമ്പോ ശരത്തേണ്ണ എന്താ എത്ര ഉത്സാഹം? അയ്യോ, ഉത്സാഹമൊന്നല്ല എത്തിക്കുട്ടി, കാര്യം അറിയാനുള്ള ആകാംക്ഷയല്ലേ. നിങ്ങൾ ചുമ്മാ കാക്കക്കുട്ടി കല്ലിട്ടതുപോലെ ചെലക്കാതെ പിള്ളേരെ. സോമൻ കാര്യം പറയട്ടെ. എന്തോന്നാ മനോഹര നീ എത്തി നോക്കുന്നേ? രഹസ്യം പിടിക്കാൻ നിന്റെ അച്ഛി പറഞ്ഞു വിട്ടതാണോ? അയ്യോ, ഇത് എന്നതാ കറക്ക് കമ്പനി നോക്കിയതാ. നീ അവിടെ നിക്ക്, ഇപ്പൊ കേക്കാം. നിത്യമോളുടെ കല്യാണത്തിന് മുമ്പ് ഒരു വലിയ അപകടം വരുന്നുണ്ട് മനോഹര. ഈ കല്യാണം തന്നെ വലിയൊരു അപകടമല്ലേ ചിറ്റപ്പ? തുടങ്ങി. അച്ഛനൊന്ന് ചുമ്മാതിരുന്നേ. അപകടമാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം. അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. സോമൻ ഒന്ന് ബാക്കി പറയട്ടെ. എന്നതാ സോമ അപകടം? ശങ്ക് കാണിച്ച നിമിത്തം 7-ാം ഭാവം. 7-ാം ഭാവം എന്ന സ്ത്രീ മുഖേനയുള്ള അപകടം. അപകടം വിതയ്ക്കാൻ കാത്തിരിക്കുന്ന സ്ത്രീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ ഉദ്ദേശിച്ച ദേവിക മോളെ തന്നെയാന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ ഹൽദി കലക്കാൻ സാമ്പ്രാണിക്കുടിന്ന് ഒരു പെണ്ണ് വന്ന് ഓർമ്മയുണ്ടോ? ആ കേസും അതിന്റെ കൊച്ചിനെ കാണാതെ കേസും ഒക്കെ ആകാശക്കോടാലി പോലെ തൂങ്ങിക്കിടക്കുക ശരത്ത് മോന്റെ തലയ്ക്ക് മുകളില്. കള്ളക്കേസ് കുടിക്ക് എന്നെ ജയിലിലാക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. ആരും അത് സ്വപ്നം കാണുക വേണ്ട. കള്ളക്കേസിനെ നേരിടാനൊക്കെ എനിക്കറിയാം. അപകടം, അഗ്നിബാധ, തസ്കര ഭയം, ഇതൊക്കെ നിമിത്തം പറയുന്നുണ്ട്. പുറത്തുനിന്ന് നിന്റെ ഏത് തസ്കരം വരാനാ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ ചിറ്റപ്പനെ ഈ ശംഖുമോനെ എടുത്ത് സഞ്ചിക്കകത്ത് വെക്കാൻ നോക്കാം. നാട്ടുകാരെ പറ്റിച്ചാ പോരെ, ഈ വീട്ടിലും വേണോ വിക്രിയ? നടക്കട്ടെ.